പക അത് വീട്ടാനുള്ളതാണ്. ഈ വീഡിയോക്ക് ഒരു കഥ പറയാനുണ്ട്. ഇതാണ് നമ്മളെ ഫസലലി. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കണ്ടു പരിചയമുണ്ടോ? അന്ന് വയനാട് കയറിയ ഒരു ആശാൻ വെല്ലുവിളിച്ചാണ് ധൈര്യം ഉണ്ട് ജബൽ ജയ്സിലേക്ക് പോകുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ജബൽ ജയ്സ് കയറാൻ പോവുകയാണ് നമ്മൾ. ഇവിടെ ദുബായിൽ വന്നതിൻ്റെ ഫസ്റ്റ് മോട്ടീവ് ദുബായ് റൈഡാണെങ്കിൽ സെക്കൻഡ് തിങ് ഇതാണ്. എന്തായാലും പോയി നോക്കട്ടെ. പായസം കിട്ടി ഗൈസ്. ഓ ശരിക്കും വിൻറ്റേജ്. ഓ GT റൈഡിന് ശേഷം ആശാൻ തീപ്പൊരി സാധനമായിട്ട് വന്നിട്ടുണ്ട്. ജീപ്പ് ഇന്നത്തെ യാത്ര ഇപ്പോൾ ഇതിൻ്റെ അകത്താ. ഇപ്പോൾ സമയം ഏകദേശം ഇരുടായുണ്ട്. നമ്മളെന്തായാലും ജബലിൻ്റെ താഴെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് സൈക്ലിംഗ് ചെയ്യാനാണ് പ്ലാന്. ബാക്കിയുള്ള ടീമൊക്കെ എത്തുന്നേ ഉള്ളൂ. അന്നപ്പോഴേക്ക് നമ്മളൊരു ചായ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. കുക്ക് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. കുക്ക് ചെയ്യാനല്ല, ഒരു ചായ കാച്ചാനുള്ള സെറ്റപ്പ് നമ്മളതിലുണ്ട്. അപ്പം ചായ സെറ്റാക്കി മറ്റവരെ വെയിറ്റ് ചെയ്യട്ടെ. ഓ ജബൽ ജയ്സിൽ രാത്രി മുട്ട പപ്സു ഫ്രഷ് ചായ മൂട്. ഓ ഇന്ന് രാത്രി പട്ടിണിയാണ് ഗൈസ്. നമ്മൾ കഴിക്കാനുള്ള ഫുഡ് വരെ ചായ അടിക്കാൻ ഇറങ്ങിയാലോ കാറിൻ്റെ ഡിക്കിൻ്റെ പുറത്ത് വെച്ച് ഇപ്പോൾ 10 മിനിറ്റ് നെയറിൽ പറന്ന് പോയിട്ടുള്ള 2 ബക്കറ്റ് KFC. നമ്മൾ ജബലിൻ്റെ ബേസിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് റൈഡ് ചെയ്യാനാണ് പ്ലാൻ. ആദ്യ രാത്രി ജബൽ ജയ്സ് കയറിയാണ്. ഫസല ഈ വാടാ, എനിക്കുള്ളത് ഞാൻ മേലെയും തരാം, വേം വാ. 2 കിലോമീറ്റർ ഏകദേശം 10 കിലോമീറ്ററായി. ആരെയും കാണാനല്ല, ഞാൻ മാത്രം ഫ്രണ്ട് പോകുന്നു. ഇവിടെ ഒരാൾ വയ്യൊക്കെ ഉണ്ട്, ബാക്കി ആരെയും കാണാനില്ല. ജബൽ ജയ്സിൻ്റെ ഏകദേശം 3/4 ഭാഗത്തോളം കയറി കഴിഞ്ഞു. ഇനിയും മേലേക്ക് പോകാനുണ്ട്. പക്ഷെ നല്ല ക്ലൈമുണ്ട്. പക്ഷേ എന്താ പറയുക, ഓവർ സ്റ്റിഫായിട്ടുള്ളതല്ല, സ്ലോപ്പായിട്ടുള്ള. അതുകൊണ്ട് ചവിട്ടി കയറാൻ വലിയ കുഴപ്പമൊന്നുമില്ല. ഓ ഫുഡ് മോനെ ഫസലേ, നോക്കടാ എൻ്റെ ജബൽ ജയ്സ്. വെല്ലുവിളി ആവാം കണ്ടോ. സോ അതവിടെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ബായ്. ചത്തൊക്കെ ഏകദേശം